ജയിച്ചവൻ, മരണത്തെ ജയിച്ചവൻ, കുരിശിൽ മരിച്ചവൻ, മരണത്തെ ജയിച്ചവൻ, പാപത്തെ തകർത്തവൻ, ജയഘോഷത്തോടുയർത്തവൻ, യേശു 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 യേശു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൃപയുടെ നീർച്ചാലുകൾ ശുശ്രൂഷകൾ വീണ്ടും കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കാനും ഈശോയുടെ കൂടെ ഈ വചനത്തെ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാനും ദൈവം തരുന്ന ഈ അവസരങ്ങൾക്ക് സർവശക്തനായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. വചനം നാം സ്വീകരിക്കത്തോറും നമ്മുടെ ശിരകളിലേക്ക് അത് ശക്തിയായി, ബലമായി, തേജസ്സായി, ഭയങ്കര അനുഭവമായിട്ട് നമുക്ക് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ അവസാനം മുതൽ 3-ാം അധ്യായം മുഴുവൻ സംസാരിക്കുന്നത് പുതിയ നിയമ ശുശ്രൂഷയുടെ ശ്രേഷ്ഠതയെ പറ്റിയാണ്. പുതിയ നിയമ ശുശ്രൂഷയുടെ ശ്രേഷ്ഠത എന്താണ്? എത്തരത്തിലുള്ളൊരു ശുശ്രൂഷയിലേക്കാണ് പുതിയ നിയമത്തിൽ, പുതിയ ഉടമ്പടിയിൽ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്? അതാണ് നമ്മൾ ഇപ്പോൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഴയ നിയമ ശുശ്രൂഷ ഓൾറെഡി ഉണ്ട്. എന്നാൽ പുതിയ നിയമ ശുശ്രൂഷ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ അവതരിപ്പിക്കപ്പെടുമ്പോൾ, മോശയുടെ നേതൃത്വത്തിൽ പഴയ നിയമ ശുശ്രൂഷ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ഈശോയിലൂടെ ഇതാ പുതിയ നിയമ ശുശ്രൂഷ തൻ്റെ രക്തം കൊണ്ട് സ്ഥാപിക്കുകയാണ്. ഇതെൻ്റെ രക്തത്തിൻ്റെ പുതിയ നിയമമാണ്, സനാതനവും ചൈതന്യമുള്ളതുമായ പുതിയ നിയമമെന്നാണ് ഈശോ പറയുന്നത്. അപ്പോൾ അതിനെ കമ്പയർ ചെയ്യുകയാണ് കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ. എന്തായിരുന്നു പഴയ നിയമ ശുശ്രൂഷ? എന്തായിരുന്നു പുതിയ നിയമ ശുശ്രൂഷ? അപ്പോൾ അത് നമുക്കൊന്ന് ആ വചനം നോക്കാം. കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന് 9 മുതലുള്ള വചനങ്ങൾ. എന്തുകൊണ്ടെന്നാൽ ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജോമയമായിരുന്നെങ്കിൽ നീതിയുടെ ശുശ്രൂഷ അതിനേക്കാൾ കൂടുതൽ തേജോമയമായിരിക്കും. ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജോമയമായിരുന്നെങ്കിൽ നീതിയുടെ ശുശ്രൂഷ അതിനേക്കാൾ തേജോമയമായിരിക്കും. 2 ശുശ്രൂഷയെ പറ്റിയാണ് പറയുന്നത്. ഒന്ന് പഴയ ഉടമ്പടിയാണ്. പഴയ ഉടമ്പടിയുടെ ശുശ്രൂഷയെപ്പറ്റി പറയുക ശിക്ഷാവിധിയുടെ ശുശ്രൂഷ, മിനിസ്ട്രി ഓഫ് കണ്ടംനേഷൻ. ശിക്ഷാവിധിയുടെ ശുശ്രൂഷ, മനുഷ്യനെ ശിക്ഷ ലഭിപ്പാൻ കാരണമായി തീർന്ന ശിക്ഷാവിധിയുടെ ശുശ്രൂഷ. അങ്ങനെയാണ് പഴയ നിയമത്തെ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ വിളിച്ചിരിക്കുന്നത്. എന്നിട്ട് അടുത്തത് വിശദീകരിക്കുമ്പോഴാണ് പറയുന്നത് ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജോമയമായിരുന്നെങ്കിൽ. അപ്പോൾ ശിക്ഷാവിധിയുടെ ശുശ്രൂഷ അതിന് തേജസ് ഉണ്ടായിരുന്നു. തേജസ്സൊന്നും ഇല്ലെന്നല്ല പറയുന്നത്, തേജസ് ഉണ്ടായിരുന്നു. പക്ഷേ അടുത്തതിന് ശ്രദ്ധിക്കേണ്ടത് നീതിയുടെ ശുശ്രൂഷ അതിനേക്കാൾ കൂടുതൽ തേജോമയമായിരിക്കും. തേജസ് ഉള്ളതും തേജോമയമായതും. പുതിയ നിയമ ശുശ്രൂഷയെ വിളിച്ചിട്ട് പറയുകയാണ് ഇത് തേജസ്സിന്മേൽ തേജസ്സാണ്. അപ്പം മറ്റേത് തേജസ് ഉള്ളതായിരുന്നു, ഇത് പുതിയ നിയമ ശുശ്രൂഷ അത് തേജസ്സിന്മേൽ തേജസ്സാണ്, തേജോമയമായ ശുശ്രൂഷ. അത് താഴേക്ക് പറയുകയാണ്. നോക്കിക്കോണേ ആ വചനം, 10-ാമത്തെ വചനം, കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ. ഒരിക്കൽ പ്രക്ഷോഭിച്ചിരുന്നത് അതിനെ അതിശയിക്കുന്ന മറ്റൊരു ശോഭ മൂലം നിഷ്പ്രഭമായി തീർന്നു. ഒരിക്കൽ പ്രക്ഷോഭിച്ചിരിക്കുകയാണ്, എന്നാൽ അതിനെ, ആ പ്രക്ഷോഭിച്ചിരിക്കുന്നതിനെ അതിശയിപ്പിക്കുന്ന മറ്റൊരു ശോഭ മൂലം നിഷ്പ്രഭമായി തീർന്നു. ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമുള്ള ഒരു ഉദാഹരണം പറയാം. നേരം വെളുക്കുന്നത് വരെ ഈ പോസ്റ്റിലെ വെളിച്ചവും നമ്മൾ കത്തിച്ച് വെക്കുന്ന വെളിച്ചവും സ്വിച്ച് ഇടുമ്പം കത്തുന്ന ലൈറ്റും ഒക്കെ വലുതായിട്ട് നമുക്ക് തോന്നും അല്ലേ? അല്പാൽപ്പം ഇരുട്ടുള്ള ഇടങ്ങളിൽ നിന്ന് ഇരുട്ടിനെ പുറത്താക്കാൻ അല്പാൽപ്പമുള്ള വെളിച്ചത്തിന് കഴിയുന്നു അല്ലേ? എന്നാൽ സൂര്യൻ വരുന്നതോടുകൂടെ പോസ്റ്റിൽ ലൈറ്റിനും സിറ്റ് ഔട്ടിലെ ലൈറ്റിനും
പാരപ്പറ്റയിൽ വെച്ച ലൈറ്റിന് ഒന്നും പ്രാധാന്യമില്ലാതായി മാറുകയാണ്. ഗേറ്റിന് മേളിൽ വെച്ചിരിക്കുന്ന ലൈറ്റെല്ലാം അപ്രസക്തമാവുകയാണ് സൂര്യൻ വരുമ്പോൾ. സൂര്യൻ വരുന്നവരെ അതിനെല്ലാം വളരെ ശോഭയുണ്ട്, അതിനെല്ലാം വലിയ മാനമുണ്ട്. അപ്പം അത് വളരെ പ്രയോജനം ചെയ്തു എപ്പോഴാണ്? ഇരുട്ടുള്ളപ്പോൾ. എന്നാൽ വെളിച്ചം വന്നു കഴിയുമ്പോൾ ഈ കൂടുതൽ ശോഭ നിമിത്തം അതാണ് ഈ വചനം. ഇനി ഞാൻ ആ വചനം ഒന്ന് വായിക്കാം. ഒരിക്കൽ പ്രക്ഷോഭിച്ചിരുന്നത്, കണ്ടോ, കത്തി നിൽക്കുകയാണ് ഇരുട്ടത്ത്. ഒരിക്കൽ പ്രക്ഷോഭിച്ചിരുന്നത് അതിനെ അതിശയിക്കുന്ന മറ്റൊരു ശോഭ മൂലം നിഷ്പ്രഭമായി മാറി. അതിൻ്റെ പ്രഭ മങ്ങിപ്പോയി. ആ മറ്റൊരു പ്രഭ ഏതാണ്? അതിനെ അതിശയിപ്പിക്കുന്ന മറ്റൊരു പ്രഭ ഏതാണ്? അതിനെ അതിശയിക്കുന്ന മറ്റൊരു പ്രഭയാണ് പുതിയ ഉടമ്പടി അല്ലെങ്കിൽ പുതിയ നിയമം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെയാണ് ആഴമായി നമ്മുടെ ഹൃദയത്തിലേക്ക് പുതിയ നിയമ ശുശ്രൂഷയെക്കുറിച്ചുള്ള ഗ്രാഹ്യം കിട്ടേണ്ടത്. പുതിയ നിയമ ശുശ്രൂഷ മങ്ങി ഇല്ലാതാകുന്ന ശോഭയുള്ള ഒരു ശുശ്രൂഷയല്ല. പുതിയ നിയമ ശുശ്രൂഷ നിഷ്പ്രഭമായി പോകുന്ന, മാറ്റൊലി നഷ്ടപ്പെടുന്ന, ഒളി നഷ്ടപ്പെടുന്ന ഒരു ശുശ്രൂഷയല്ല. പുതിയ നിയമ ശുശ്രൂഷ തേജസ്സിന്മേൽ തേജസ്സാണ്. അത് താഴേക്ക് പറയാം, മങ്ങി മറഞ്ഞു പോകുന്നത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് തീർച്ചയായും അതിനേക്കാൾ തേജസ്സുള്ളതായിരിക്കും. ഈ വചനങ്ങൾ ഈ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം ഇതാ 3-ാമത്തെ അധ്യായത്തിൻ്റെ 10, 11, 12 വചനങ്ങൾ നിങ്ങൾ എടുത്ത് വായിക്കണം സഹോദരങ്ങളെ. എന്നിട്ടറിയണം നിങ്ങൾ വന്നിരിക്കുന്ന പുതിയ നിയമ ശുശ്രൂഷയുടെ ആ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മളെ പുതിയ ഉടമ്പടിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. നമ്മെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷയിലേക്കാണ് നമ്മൾ ബലിയർപ്പണത്തിൽ പങ്കാളിയാകുമ്പോൾ, നമ്മൾ കൂദാശ ജീവിതം നയിക്കുമ്പോൾ നമ്മൾ പോകുന്ന പഴയ നിയമ ശുശ്രൂഷയിലേക്കല്ല, നമ്മൾ പോകുന്നത് പുതിയ നിയമ ശുശ്രൂഷയിലേക്കാണ്. അതുകൊണ്ടാണ് പുരോഹിതൻ തൃക്കരങ്ങളിൽ ഈശോയുടെ ശരീരവും രക്തവും എടുത്തുയർത്തി പറയുന്നത്, ഇതെൻ്റെ രക്തത്തിൻ്റെ പുതിയ നിയമമാണ്. ഹല്ലേലൂയ. അവിടെയാണ് ആ പുതിയ നിയമ ശുശ്രൂഷയുടെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി 3 ആശയത്തിലൂടെ അപ്പോസ്തലൻ അത് പറയുകയാണ്. ആദ്യ ആശയം നമ്മൾ കാണുന്നത് 10-ാമത്തെ വചനത്തിലാണ്. നോക്കൂ 9-ാമത്തെ വചനം. എന്തുകൊണ്ടെന്നാൽ ശിക്ഷാവിധിയുടെ ശുശ്രൂഷയ്ക്ക് തേജസ് ഉണ്ടായിരുന്നെങ്കിൽ നീതിയുടെ ശുശ്രൂഷ അതിനേക്കാൾ തേജസ്സുള്ളതായിരിക്കും. ശിക്ഷാവിധിയുടെ ശുശ്രൂഷയ്ക്ക് തേജസ് ഉണ്ടായിരുന്നു, നീതിയുടെ അതിനേക്കാൾ തേജസ് ഉണ്ടായിരിക്കും. വീണ്ടും 10-ാമത്തെ ഒരിക്കൽ പ്രക്ഷോഭിച്ചിരുന്നത് അതിനെ അതിശയിക്കുന്ന മറ്റൊരു ശോഭ നിമിത്തം നിഷ്പ്രഭമായി മാറി. ഒരിക്കൽ പ്രക്ഷോഭിച്ചിരിക്കുന്നത് അതിനെ അതിശയിപ്പിക്കുന്ന, ആ പ്രക്ഷോഭിച്ചിരിക്കുന്നതിനെ അതിശയിപ്പിക്കുന്ന മറ്റൊരു ശോഭ നിമിത്തം. അവിടെയാണ് ആഴമായിട്ട് ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കുന്നത്. അതിനെ അതിശയിപ്പിക്കുന്ന മറ്റൊരു ശോഭ. കണ്ടോ എത്രത്തോളം നമ്മളത് മനസ്സിലാക്കണമെന്ന് ചിന്തിച്ച് നോക്കി. അതിനെ അതിശയിപ്പിക്കുന്ന മറ്റൊരു ശോഭ നിമിത്തം പ്രക്ഷോഭിച്ചിരിക്കുന്ന തേജസ്സുള്ള പഴയ നിയമ ശുശ്രൂഷയെ അതിശയിക്കുന്ന എന്തുകൊണ്ട് നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരണം? എന്തുകൊണ്ട് പുതിയ നിയമം നമ്മൾ വായിക്കണം? എന്തുകൊണ്ട് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തിന് ശേഷം അപ്പോസ്തലന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്ത പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട തിരുവെഴുത്തുകളിലേക്ക് നമ്മൾ നടന്നടുക്കണം? ഒന്ന് തേജസ്സുള്ളതാണെങ്കിൽ മറ്റേത് അധികം തേജസ്സുള്ളതാണ്. പിന്നെ 10-ാം വാക്യത്തിൽ പറയുക, ഒരിക്കൽ പ്രക്ഷോഭിച്ചിരുന്ന അതിനെ അതിശയിപ്പിക്കുന്ന മറ്റൊരു ശോഭ നിമിത്തം. പ്രക്ഷോഭിച്ചിരിക്കുന്നതിനെ അതിശയിപ്പിക്കുന്ന മറ്റൊരു ശോഭ നിമിത്തം എന്ന് പറയുന്നത് പുതിയ നിയമ ശുശ്രൂഷ. വീണ്ടും 11-ാം, മങ്ങിപ്പോയത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് തീർച്ചയായും അതിനേക്കാൾ തേജസ്സുള്ളതായിരിക്കും. പഴയ നിയമ തേജസ്സിനെ പറ്റി പറയുക, മങ്ങിപ്പോവുക. ഈ പ്രശ്നം നമ്മളെല്ലാവരും പറയുന്നുണ്ട്. പള്ളിയിലിരിക്കും ഭയങ്കര അനുഭവമാണ്, ധ്യാനത്തിന് പോകുമ്പം ഭയങ്കര അനുഭവമാണ്, വചനം കേൾക്കുമ്പം ഭയങ്കര അനുഭവമാണ്. വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അല്ലേ, വീട്ടിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് മങ്ങിപ്പോവാ, കുറഞ്ഞു പോവുക. ഇനി വല്ലയിടത്തും പോയി റീചാർജ് ചെയ്താൽ മാത്രമേ ചാർജ് ആവുള്ളൂ. ആ കിട്ടിയ ചൈതന്യം നഷ്ടപ്പെട്ടു പോവുകയാണ്. എന്നിട്ട് നമ്മൾ ചിന്തിക്കുകയാണ്, ഇതാണ് പുതിയ നിയമ ശുശ്രൂഷ എന്നല്ല. പുതിയ നിയമ ശുശ്രൂഷ മങ്ങിപ്പോകുന്നതല്ല.
മങ്ങി 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 കണ്ടോ, അങ്ങനെ തന്നെ എഴുതിയിരിക്കുക. 11-ാമത്തെ വചനം കൊരിന്തോസുകാർക്ക് എഴുതിയ 2 ലേഖനം 3:11 നോക്കി. മങ്ങി മറഞ്ഞു പോയത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് തീർച്ചയായും അതിനേക്കാൾ തേജസ്സുള്ളതായിരിക്കും. അപ്പോൾ നിലനിൽക്കുന്ന ഏതാണ്? പുതിയ നിയമ ശുശ്രൂഷയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരണം. അപ്പോൾ ഇവിടെ പറഞ്ഞത് പഴയ നിയമം തിരുവെഴുത്ത് ദൈവശാസ്ത്രീയമല്ലെന്നാണോ? അല്ല, പഴയ നിയമം ദൈവത്തെ തന്നെയുള്ളതാണ്. മോശ ദൈവത്തിൻ്റെ അഭിഷിക്തൻ തന്നെയാണ്. മോശയിലൂടെ സംസാരിച്ചത് ദൈവം തന്നെയാണ്. പക്ഷേ ആ കാലഘട്ടത്തിൽ ഈശോ വരികയോ ഈശോയിലൂടെയുള്ള വലിയ ചൈതന്യം അനുഭവിക്കുകയോ ചെയ്യാൻ മനുഷ്യർക്ക് കഴിഞ്ഞിരുന്നില്ല. കർത്താവിലൂടെ തൻ്റെ രക്തത്താൽ സ്ഥാപിതമായ പുതിയ ഉടമ്പടിയുടെ ചൈതന്യം വന്ന ശേഷമാണ് നമ്മൾക്കിതാ ഈ വചനത്തിൻ്റെ വലിയ ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കുന്നത്. എന്താ ഈ വചനത്തിൻ്റെ ഉൾക്കാഴ്ച? മങ്ങിപ്പോകുന്നതല്ല നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. കണ്ടോ, ഒന്നുകൂടെ ഞാൻ ആ വചനം വായിക്കാം. മങ്ങി മറഞ്ഞു പോയത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് തീർച്ചയായും അതിനേക്കാൾ തേജസ്സുള്ളതായിരിക്കും. അപ്പം നാം സ്വീകരിച്ചത് മങ്ങി മറഞ്ഞു പോകുന്നതല്ല. ഒന്നുകൂടെ പറയട്ടെ, നിങ്ങൾ സ്വീകരിച്ചത് മങ്ങി മറഞ്ഞു പോകുന്നതല്ല. മങ്ങി മറഞ്ഞു മാഞ്ഞു പോകുന്നതല്ല നാം സ്വീകരിച്ചത്. നിലനിൽക്കുന്നതാണ് നാം സ്വീകരിച്ചത്. തേജസ്സിന്മേൽ തേജസ് സ്വീകരിക്കുന്നതാണ് നാം സ്വീകരിച്ചത്. അനുദിനം മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് നടത്തപ്പെടുന്നതാണ് നാം സ്വീകരിച്ചത്. കൃപയിൽ നിന്ന് കൃപയിലേക്ക് ഉയരുന്നതാണ് നാം സ്വീകരിച്ചത്. ക്രിസ്തുവിൻ്റെ നടത്തിപ്പിൻ്റേതാണ് നാം സ്വീകരിച്ചത്. ദൈവാനുഗ്രഹത്തിൻ്റെ ഉറവയാണ് നാം സ്വീകരിച്ചത്. പരിശുദ്ധാത്മാവിലുള്ള കൃപയുടെ വസന്തമാണ് നാം സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രാപിച്ച അഭിഷേകം മേൽക്കുമേൽ വർദ്ധിക്കും. ഓരോ ദിവസം ചെല്ലുന്തോറും മഹത്വപൂർണമായി മാറും. ഇന്നലത്തേക്കാൾ ശോഭയുള്ളതായി നാളെ, നാളെയേക്കാൾ ശോഭയുള്ളതായി മറ്റന്നാൾ. കാരണം നിങ്ങളുടെ തേജസ് വന്ന് മങ്ങി മറഞ്ഞ് പോകുന്ന തേജസ് അല്ല. പല ആൾക്കാർക്കും പുതിയ നിയമ ശുശ്രൂഷയെക്കുറിച്ച് കാര്യമായ ഗ്രാഹ്യമില്ലാത്തത് കൊണ്ടാണ് പറയുന്നത് കിട്ടിയ തേജസ് നിൽക്കുന്നില്ല, വന്ന അഭിഷേകം ചോർന്നു പോവുക, നിലനിൽക്കുന്ന ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇനി എവിടെ ചെന്നാൽ വീട്ടിൽ ചെല്ലുമ്പോൾ അസ്വസ്ഥത തുടങ്ങുകയാണ്. ദേവാലയത്തിലോ ധ്യാന കേന്ദ്രത്തിലോ കൺവെൻഷനോ വചനം കേൾക്കാനോ പോകുമ്പോൾ ഒരു കുഴപ്പമില്ല. തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോഴത്തേക്കും മങ്ങി പോവുകയാണ്. ഈ പറയുന്നത് പഴയ നിയമ ശുശ്രൂഷയെ പറ്റിയാണ്. പുതിയ നിയമ ശുശ്രൂഷ അങ്ങനെയല്ല എന്ന് കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനം പറയുന്നു. മങ്ങി മറഞ്ഞു പോയത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് തീർച്ചയായും അതിനേക്കാൾ തേജസ്സുള്ളതായിരിക്കും. നിലനിൽക്കുന്നതെന്ന് അവിടെ വിളിച്ചിരിക്കുന്ന ഏതാണ്? പുതിയ നിയമ ശുശ്രൂഷ. അത് അതിനേക്കാൾ തേജസ്സുള്ളതാണ്. തേജസ്സിന്മേൽ തേജസ്സാണ്, കൃപമേൽ കൃപയാണ്. ഓ, യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. റെസ്റ്റോർ ആവട്ടെ. 98-ൽ സ്വീകരിച്ചതും 2001-ൽ വന്നതും നവീകരണ കാലത്ത് എന്നിൽ കത്തി എന്ന് പറഞ്ഞതും എല്ലാം വീണ്ടും തീ ആളി കത്തുന്ന പോലെ കത്തട്ടെ. അത് മങ്ങി മറഞ്ഞ് കനലിൽ ചാരത്താൽ മൂടപ്പെടുന്നത് പോലെ അങ്ങനെ തീരുന്നതല്ല എന്ന് മനസ്സിലാക്കൂ. സടകുടഞ്ഞെഴുന്നേൽക്കൂ. ഹല്ലേലൂയ. അഭിഷേകം സ്വീകരിക്കൂ. ഈ വചനം പ്രഖ്യാപിക്കൂ എന്നോട് ചേർന്ന്. മങ്ങി മറഞ്ഞു പോയത് തേജസ്സുള്ളതായിരുന്നുവെങ്കിൽ, പറഞ്ഞോ, മങ്ങി മറഞ്ഞു പോയത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് തീർച്ചയായും അതിനേക്കാൾ തേജസ്സുള്ളതായിരിക്കും. ഈ ദൃശ്യമായ പ്രത്യാശ ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ധൈര്യമുള്ളത്. അങ്ങനെ പറയുന്നത് 12-ാമത്തെ വചനം. ഈ ദൃശ്യമായ പ്രത്യാശ ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങൾ ധൈര്യമുള്ളവരാണ്. ഏതാ ഈ ദൃശ്യമായ പ്രത്യാശ? ഞങ്ങൾ സ്വീകരിച്ചത് മങ്ങി മറഞ്ഞു പോകുന്നതല്ല, കരിഞ്ഞുണങ്ങി വരണ്ട് തീരുന്നതല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശോഷിച്ചും മന്ദീഭവിച്ചും ദുഃഖിച്ചും വിലപിച്ചും കരിഞ്ഞും ഉണങ്ങിയും വരണ്ടും വിഷണ്ണവുമായിരിക്കുന്ന സകല സാഹചര്യങ്ങളുടെ മേലും പുതിയ നിയമ ശുശ്രൂഷയുടെ തേജസ് വ്യാപിക്കട്ടെ, ചൈതന്യം വ്യാപിക്കട്ടെ. തൊട്ടുതാട് പറയുന്നുണ്ട്, മോശ മലയിലിരുന്നപ്പോൾ കിട്ടിയ തേജസ് താഴ്വരയിലേക്ക് വന്നപ്പോഴത്തേക്കും മങ്ങി പോയിക്കൊണ്ടിരുന്നു. ഒരസാധാരണ മനുഷ്യനായി മോശയെ മലയിൽ കാണപ്പെട്ടു. എന്നാൽ താഴ്വരയിലേക്ക് വരും തോറും
തേജസ് മങ്ങി 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 ഇല്ലാതാവുകയാണ്. നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഇതാണ് പുതിയ നിയമ ശുശ്രൂഷ എന്ന അല്ല 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 അല്ല. തേജസ്സിന്മേൽ തേജസ്സാണ് പുതിയ നിയമ ശുശ്രൂഷ. അത് താഴെ വിശദീകരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതേ, ഇന്നും മോശയുടെ ഗ്രന്ഥം വായിക്കും. ഇത് അടുത്ത എപ്പിസോഡിൽ നന്നായിട്ട് വിശദീകരിക്കാം. ഞാൻ ഈ വാക്യം കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ 18-ാമത്തെ വചനം, കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വചനം. കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടം അണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്, തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക്. ഇതാണ് പുതിയ നിയമ ശുശ്രൂഷ. ഇന്നലെ കണ്ടതിലും കൂടുതൽ അഭിഷേകത്തോടെ നിങ്ങൾ എന്നെ കാണാനിടവരും, നിങ്ങളെ ഞാൻ കാണാനിടവരും. ഹല്ലേലൂയ. ഈ മിനിങ്ങാന്ന് കേട്ടതിലും കൂടുതൽ വചനത്തിൻ്റെ ഉൾക്കാഴ്ച പറയാൻ നിങ്ങളുടെ നാവിനെയും നിങ്ങളുടെ അധരത്തെയും നീ ഉപയോഗിക്കും. കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഇടങ്ങളിൽ കർത്താവിനാൽ നാം ഉപയോഗിക്കപ്പെടും. മങ്ങി 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 ക്ഷീണിച്ച് വിഷണ്ണമായി തകർന്നു പോവുകയല്ല. അന്യദിനം തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അഭിഷേകത്തിൽ മുന്നോട്ട് വരിക, കൃപയിൽ മുന്നോട്ട് വരിക, ശക്തിപ്പെട്ട് മുന്നോട്ട് വരികയാണ്. ഒരു ശക്തിക്കും അതിനെ തടയാൻ കഴിയുക. അപ്പോൾ ഇതൊരു തിരിച്ചറിവാണ്. ആരെന്നാ ചെയ്താലും, ഏതാക്ഷേപമോ ആഭിചാരമോ അപവാദമോ ചെയ്യാൻ കഴിയുന്ന ഏതെല്ലാം പ്രവൃത്തികൾ ആരെല്ലാം ചെയ്താലും നിങ്ങൾ മങ്ങി വരണ്ട് ഉണങ്ങി വിഷണ്ണമായി തളർന്ന് തീർന്നു പോകയില്ല. ഹല്ലേലൂയ. അനുദിനം തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചു, മഹത്വപൂർണമായിട്ട് കൃപമേലെ കൃപ പ്രാപിച്ചു, കൃപമേലെ കൃപ പ്രാപിച്ചു. കയറി ഞാനത് കാണുകയാണ്. ഞാൻ കൂടുതൽ മഹത്വപൂർണ്ണമാകട്ടെ നമ്മുടെ മക്കൾ, കൂടുതൽ മഹത്വപൂർണ്ണമാകട്ടെ നമ്മുടെ കുടുംബജീവിതം, കൂടുതൽ മഹത്വപൂർണ്ണമാകട്ടെ നമ്മുടെ ശുശ്രൂഷ, കൂടുതൽ മഹത്വപൂർണ്ണമാകട്ടെ പറയുന്ന വാക്കുകൾ, പോകുന്ന വഴികൾ, പോകേണ്ടുന്ന വഴികൾ, ചെയ്യുന്ന പ്രവൃത്തികൾ എല്ലാം ഗ്ലോറിയസ് ആകട്ടെ, മഹത്വപൂർണ്ണമാകട്ടെ. അതിനായിട്ട് നമ്മളെ വിളിച്ചിരിക്കുക. ഇത് മങ്ങുന്ന അല്ല, ഇത് തിരിച്ചറിയുക. ഇതുമായിട്ട് മങ്ങി 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 ഉണങ്ങി വരണ്ട് പോകുമ്പോഴത്തേക്ക് അനുരഞ്ജനപ്പെടരുത്. ഇത്രയേ ഉള്ളൂ, പണ്ട് കത്തിയത് 98 കത്തിയതാ, ഇപ്പം തീർന്നു, കരുതിരി കത്തുക, അങ്ങനെയൊന്നും അനുരഞ്ജനപ്പെടരുത്. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം വായിക്ക്, 3-ാമത്തെ അധ്യായം വായിക്ക്, 9-ാം വചനം വായിക്ക്, 10-ാം വചനം വായിക്ക്, 11-ാമത്തെ വചനം വായിക്ക്, 12-ാമത്തെ വചനം വായിക്ക്, 11-ാമത്തെ വചനം വീണ്ടും പറയാം. മങ്ങിപ്പോയത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് തീർച്ചയായും തേജസ്സേറിയതായിരിക്കും. നമ്മൾ സ്വീകരിച്ചത് മങ്ങിപ്പോകുന്നതല്ല, നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് നിലനിൽക്കുന്നതാണ്. അത് തേജസ്സിന്മേൽ തേജസ്. ഞാൻ പ്രാർത്ഥിക്കുക, കർത്താവേ, വീടുകളിലേക്ക് ഇത് വ്യാപിക്കട്ടെ, വ്യക്തികളിലേക്ക് ഇത് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ തുടങ്ങിയ സമയത്ത് എൻ്റെ കുടുംബജീവിതം വളരെ മഹത്വപൂർണ്ണമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മങ്ങി ഇല്ലില്ലില്ല, അതല്ല. നിങ്ങൾ തേജസ്സിന്മേൽ തേജസ് സ്വീകരിക്കണം. ആ വചനം അടിവരയിട്ട് സ്വീകരിക്കും. ഇത് കഴിഞ്ഞ് നിങ്ങൾ കൊരിന്ത്യക്കാർക്ക് എഴുതി 2-ാം ലേഖനം എടുക്കണം. ഈ എപ്പിസോഡ് കേട്ട് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ പോയി വായിക്കണം. കൊരിന്ത്യക്കാർക്ക് എഴുതി 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ ആ അധ്യായം മുഴുവൻ വായിക്കണം. പുതിയ നിയമ ശുശ്രൂഷ എന്നതാണെന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. സൂര്യൻ്റെ പ്രഭ വരുമ്പോൾ കത്തിച്ചു വെച്ച വിളക്കുകൾ, വെളിച്ചങ്ങൾ, ഗേറ്റിൽ ഘടിപ്പിച്ചത് എല്ലാം നിഷ്പ്രഭമായി മാറുന്നത് പോലെ പുതിയ നിയമ ശുശ്രൂഷയുടെ മുമ്പിൽ പഴയ നിയമ ശുശ്രൂഷ ഒന്നുമല്ലാതായി വരികയാണ്. പഴയ നിയമ ശുശ്രൂഷ മതിയായിരുന്നെങ്കിൽ ഈശോ വരേണ്ട ആവശ്യമില്ല. ഈശോ വന്നതിൻ്റെ തന്നെ അർത്ഥം അധികം തേജസ്സുള്ളത് നമുക്ക് തരാൻ വേണ്ടിയാ, അതിനകത്ത് നമ്മെ നിർത്താൻ വേണ്ടിയാ. വ്യാപിക്കട്ടെ ഈ വചനത്തിൻ്റെ ചൈതന്യം എല്ലാ മേഖലയിലും. ഒരു സടകുടഞ്ഞെഴുതാൻ ശുശ്രൂഷകനായിട്ട് നിന്നെ ദൈവം വിളിച്ചിരിക്കുക. വചനം മനസ്സിലാക്കാൻ കർത്താവ് നിന്നെ വിളിച്ചിരിക്കുക. ഹല്ലേലൂയ. കരിന്തിരി കത്തി എൻ്റെ ജീവിതം അങ്ങനെ, എൻ്റെ ചില പാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, ചില കുറവുകൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇനി ഒരിക്കലും എനിക്ക് പ്രക്ഷോഭിക്കാനും കർത്താവിനാൽ ഉപയോഗിക്കപ്പെടാനും കഴിയുകയില്ലെന്ന് പറഞ്ഞ് മാറിയിരിക്കാതെ സ്വീകരിച്ച ശുശ്രൂഷ എന്നതാണെന്ന് മനസ്സിലാക്കുക. നീ എവിടെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക. നീ നിൽക്കുന്നത് പുതിയ ഉടമ്പടിയിലാണ്. എൻ്റെ അഭിഷിക്തനെ പുറകോട്ട് പോകാൻ പറ്റില്ല. കാരണം ഇത് തേജസ്സിന്മേൽ തേജസ്സാണ്, കൃപമേലെ കൃപയാണ്, അഭിഷേകത്തിന്മേൽ അഭിഷേകമാണ്. ഓരോ ദിവസം ചെല്ലും തോറും സൂര്യപ്രഭയോടെ പ്രക്ഷോഭിക്കാൻ ഈശോ വിളിച്ചിരിക്കുന്നു. കൃപയുടെ നീർച്ചാലുകളിൽ വ്യക്തികളുടെ ജീവിതത്തെ കർത്താവ് ചെയ്യുന്ന അത്ഭുത സാക്ഷ്യങ്ങൾ, എത്ര സാക്ഷ്യങ്ങൾ. എൻ്റെ ദൈവമേ, അവിടുന്ന് എത്ര വലിയ പ്രവൃത്തിയാണ് അയക്കുന്നതെന്ന് പറയാൻ കഴിയുന്ന വലിയ അനുഭവങ്ങൾ നമുക്ക് സ്വീകരിക്കാം. ഈശോയുടെ അനുഗ്രഹം നമ്മളെ വ്യാപിക്കട്ടെ. യേശുവേ
യേശുവേ യേശുവേ കൈകൾ സൗഖ്യമാകുന്നു. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. കൈകൾ സൗഖ്യമാകുന്നു. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തളർന്നു വന്നിരിക്കുന്നവർ ചാടി എഴുന്നേൽക്കുക. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങളുടെ കാലുകളിലേക്ക് ബലം വരുന്നു. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. എന്തോ പറയുകയല്ല, ദൈവിക സ്വസ്ഥത ഇതിനകത്ത് വ്യാപിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് നിന്നെ പുതിയൊരു ജീവിത ശൈലി പരിശീലിപ്പിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്കൂളിൽ നിന്ന് പഠിച്ചതല്ല, ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്റെ സാഹചര്യങ്ങളിൽ നിന്ന് പഠിച്ചതല്ല, നിന്റെ അപ്പന്റെ അമ്മയുടെ അടുക്കൽ നിന്ന് പഠിച്ചതല്ല, നിന്റെ സമൂഹത്തിൽ നിന്ന് പഠിച്ചതല്ല, കർത്താവിൽ നിന്ന് പഠിച്ച് ജീവിക്കുന്ന ഒരു ജീവിതം. കർത്താവിൽ നിന്ന് പഠിച്ച ജീവിതം. കർത്താവിൽ നിന്ന് പഠിച്ച് ജീവിക്കുന്ന ഒരു ജീവിതം. ഹല്ലേലൂയ ഹല്ലേലൂയ. അതായത് ഇവിടെ ഈ ചേച്ചിക്ക് ഈ സൈഡിലാണോ? ഏതാ? വീണതാണെന്ന് ചിറ്റൂര് അനന്തരത്തിൽ പോയപ്പോ ചവിട്ടയിലോട്ട് വെച്ച് മറിഞ്ഞു വീണ്. അപ്പൊ ഇവിടെ എവിടാ നിന്നേ? ഇങ്ങനെ മൂലക്കായിരുന്നു. എവിടാ നിൽക്കുന്നതെന്നൊന്നും ചോദിക്കുന്നൊന്നുമില്ല. അവിടെ വന്ന് കർത്താവ് തൊടും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇപ്പൊ നോക്കിയോ? നോക്കിക്കേ, നോക്കിക്കേ, അതിനകത്ത് നോക്കിക്കേ. ഇല്ല 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 ഇല്ല. കൈ അടിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ. ഇവര് പറയുന്നത് ശരിയാണോ നോക്കി. 3-4 പേര് നോക്കി. മുഴ എവിടെ ഉണ്ടോ നോക്കി. വന്ന് നോക്കി, വന്ന് നോക്കി. ഹല്ലേലൂയ. ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല. മുഴ എവിടെ മുഴയുണ്ടായിരുന്നു? ആമേൻ. ഉണ്ടോ അവിടെ? ഹല്ലേലൂയ ഇല്ല ഇല്ല. ഹല്ലേലൂയ. കൈ അടിച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനയിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് സ്വീകരിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സർവശക്തനായ ദൈവമേ, പ്രിയപുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിതാ ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് അടുത്തു വരികയാണ്. എൻ്റെ ജീവിതം മങ്ങിപ്പോവുകയാണല്ലോ, എൻ്റെ ജീവിതം വങ്ങിപ്പോവുകയാണല്ലോ, എൻ്റെ ജീവിതം വാങ്ങിപ്പോവുകയാണല്ലോ. ദൈവമേ, ഞാൻ തകർന്ന് തീർന്ന് അസ്തമിച്ച് പോവുകയാണല്ലോ. ഉദിച്ചുയർന്ന് നിൽക്കേണ്ടിയ ഞാൻ തകർന്ന് തീർന്നു പോവുകയാണല്ലോ എന്ന് ചിന്തിക്കുന്ന മക്കളുണ്ട്. എന്നാൽ ഈ സമയത്ത് അവരറിയട്ടെ, അവർ വിളിക്കപ്പെട്ടിരിക്കുന്ന പുതിയ നിയമ ശുശ്രൂഷ അതീവ തേജസ്സിൻ്റെ ശുശ്രൂഷയാണ്, മഹത്വപൂർണമായ ശുശ്രൂഷയാണ്. അതിൻ്റെ തികവും അതിൻ്റെ ആ പൂർണ്ണതയും സ്വീകരിക്കാനായിട്ട് വീടുകളെ ഒരുക്കണമേ കർത്താവെ. ഒരിക്കൽ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പ്രയോജനപ്പെട്ടിട്ട് ഇടക്കാലത്ത് ദൈവം എന്നെ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞ് മനസ്സ് ക്ഷീണിച്ച് വിഷണ്ണ ഹൃദയത്തോടിരിക്കുന്നവരെ മനസ്സുകളെ ധൈര്യപ്പെടുത്തണമേ. അതുപോലെ തന്നെ കർത്താവെ, എൻ്റെ പല മേഖലയും വരണ്ടു പോകുന്നു, ഇതാ മങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നു, തീർന്നു പോവുകയാണ്, ഞങ്ങളുടെ സമൂഹം തന്നെ തീർന്നു പോവുകയാണ്. ഇങ്ങനെ വലിയ സങ്കടത്തിലായിരിക്കുന്നവരറിയട്ടെ, ഇത് തീരുന്നതല്ല, ഇത് തളരുന്നതല്ല, ഇത് അമർന്നു പോകുന്നതല്ല. ഇത് പുതിയ നിയമ ശുശ്രൂഷയാണ്. പുതിയ നിയമ ശുശ്രൂഷ അതീവ തേജസ്സുള്ളതാണ്, അതീവ തേജസ്സുള്ളതാണ്, മഹത്വപൂർണമായതാണ്. കൃപയുടെ വലിയ സമൃദ്ധി എല്ലാവരിലും വ്യാപരിപ്പാൻ ഇടവരണമേ. അമ്മ മാതാവേ, അമ്മയുടെ നിരന്തരമായ പ്രാർത്ഥന ഞങ്ങൾക്കെല്ലാവർക്കും വലിയ കോട്ടയാണ്. നിരന്തരമായി അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന ഉറപ്പോടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടണം, അവിടുത്തെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കും. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. കർത്താവെ, രോഗികളെ സുഖമാക്കണമേ, പീഡിതരെ വിടുവിക്കണമേ, ആശ്വാസമില്ലാത്തവർക്ക് ആശ്വാസം കൊടുക്കണമേ. മങ്ങി വരണ്ട് വിഷണ്ണമായിരിക്കുന്ന എല്ലാ മേഖലയിലേക്കും ദൈവിക സ്വസ്ഥതയും സമാധാനവും പകരണമേ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേ.
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അടുത്ത ആഴ്ചയിലെ കൃപയുടെ നീർച്ചാലുകളിൽ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാമത്തെ അധ്യായം ഒന്ന് വായിച്ച് ചിരിക്കാമോ? അപ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ ഇടവരും. ഒഴുകട്ടെ കൃപയുടെ നീർച്ചാലുകൾ. കർത്താവിൻ കരങ്ങൾ ചെറുതല്ല, അവിടുത്തെ ചെവിയോ ബധിരമല്ല. കർത്താവിൻ കരങ്ങൾ ചെറുതല്ല, അവിടുത്തെ ചെവിയോ ബധിരമല്ല. നിന്റെ നിലവിളി കേൾക്കുവാൻ, കണ്ണുനീർ മായ്ക്കുവാൻ കർത്താവു നിന്നോടു കൂടെയുണ്ട്. നിന്റെ ആശ്വാസദായകൻ കൂടെയുണ്ട്. കർത്താവിൻ കരങ്ങൾ ചെറുതല്ല, അവിടുത്തെ ചെവിയോ ബധിരമല്ല. നിന്റെ നിലവിളി കേൾക്കുവാൻ, കണ്ണുനീർ മായ്ക്കുവാൻ കർത്താവു നിന്നോടു കൂടെയുണ്ട്. നിന്റെ ആശ്വാസദായകൻ കൂടെയുണ്ട്.